ഹായ് നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു മണി പ്ലാന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് മണി പ്ലാന്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് കേട്ടോ ഞങ്ങൾക്ക് പറയുന്നത്. അത് നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണി പ്ലാന്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് ചെടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പൂവൊക്കെ ഉണ്ടാകുന്ന ചെടികളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇലച്ചെടികളുണ്ടല്ലോ, അതിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കണമെന്നും എന്താണ് നമുക്കതിന് വേണ്ടതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആണേ, അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ ചെടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇങ്ങനെ മതിലിൻ്റെ മേലെയാണ് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ താഴ്ത്തോട്ട് വീണ് നടപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ അകത്ത് ബോട്ടിൽ കുറച്ച് മണി പ്ലാന്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മഴയൊക്കെ ആയപ്പോഴേക്കും അതും ഞാനിന്ന് പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ താഴ്ത്ത് വീണ് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയും അതേപോലെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസറെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിരുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. അതെങ്ങനെ വീഴുന്നു എനിക്കൊരു പിടിയും കിട്ടണില്ല. അത് ഇതേപോലെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതേപോലെ ആ കുപ്പിയും താഴ്ത്ത് വീണ് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ലോണം ചവറുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, നല്ലോണം മാവുണ്ട്, അതേപോലെ കണിക്കൊന്നയുണ്ട്. അതിപ്പോൾ നല്ല കാറ്റൊക്കെ വീശപ്പോഴേക്കും നല്ലോണം ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ എന്തോരം ക്ലീൻ ചെയ്താലും ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഇലകളൊക്കെ ഇങ്ങനെ വീണ് നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന മണി പ്ലാന്റൊക്കെ എടുത്ത് ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ മണി പ്ലാന്റ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, എല്ലാവർക്കും ചെടികൾ ഇഷ്ടമില്ലാത്തവർക്ക് പോലും മണി പ്ലാന്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കും തോന്നുന്നു. എല്ലാവരും വീട്ടിലൊരു ചെടി ചട്ടിയിലെങ്കിലും നമുക്ക് മണി പ്ലാന്റ് ഉണ്ടാവാം. അപ്പം ഞാൻ അതേപോലെ എനിക്കും മണി പ്ലാന്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റ് കളക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ഞാൻ മേടിച്ചതാണ് ഈ ഒരു മണി പ്ലാന്റ്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇപ്പോൾ ഒരുവിധം നന്നായി വലുതായിട്ടുണ്ട്. അപ്പോൾ ആ ചെടിച്ചട്ടിയാണ് താഴ്ത്തോട്ട് വീണ, അതിൻ്റെ മണ്ണൊക്കെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാനത് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മണി പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ ചില്ലൊക്കെ ഇവിടെ നിന്നെടുത്ത് മാറ്റാം കേട്ടോ. കാരണം എൻ്റെ ഇളയ മോൻ അവനിക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് വേഗം ഇവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇതായിരുന്നു കേട്ടോ. രാവിലെ കഴിഞ്ഞിട്ടപ്പോഴേക്കും എനിക്ക് ആകെ ഒരു ഭയങ്കര വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മണ്ണൊക്കെ ഇട്ട് വെച്ച് വളമൊക്കെ ചെയ്ത് വെച്ചിരുന്ന മണി പ്ലാന്റാണ് കേട്ടോ. അതിന് മുമ്പുള്ള വീഡിയോയിൽ വളമൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. പെട്ടെന്ന് രാവിലെ കഴിഞ്ഞിട്ട് വെക്കുമ്പോഴേക്കും താഴ്ത്തടക്കുന്നത് മണി പ്ലാന്റ് എല്ലാം. അപ്പോൾ ഇതേപോലെ പക്ഷേ ചെടിച്ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചില സമയത്ത് ആ ഒരു വൈറ്റ് കളറിലെ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ വെക്കുമ്പോഴേക്കും വീണ് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഈ മതിലിൻ്റെ മേലെ നിന്ന് വീണിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റൊക്കെ എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനൊക്കെ നമ്മുടെ ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു മുട്ടയുണ്ട് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മുട്ടത്തൊണ്ട് വെച്ചിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ട്. അതെല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് മുട്ടത്തൊണ്ടല്ല കേട്ടോ. ഈ ഒരു മുട്ട ഫുള്ളായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കുറച്ച് കേടായ മുട്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ പൊട്ടിയ മുട്ടയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ മുട്ട നോക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിനി എന്തായാലും ഇതിൻ്റെ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഒരു വീഡിയോയിൽ ഇതിലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നത്. വേറെ കുറേ ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പും ഇതേപോലത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മുട്ട നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. അത് വെള്ളമൊന്നും ചേർക്കാണ്ട് മുട്ട മാത്രം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം അതിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മണി പ്ലാന്റ് അല്ല, നമുക്ക് മണി പ്ലാന്റിന് മാത്രമല്ല നമുക്ക് ഏത് ചെടികൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു വളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മണി പ്ലാന്റ് നമ്മൾ ബോട്ടിലൊക്കെ ആക്കി അകത്തൊക്കെ വെക്കുമല്ലോ, അതിലൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ച മുട്ട അടിച്ചെടുക്കണം, അപ്പോൾ സ്മെല്ലൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട. നമുക്ക് പകരം ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടല്ലോ, മണ്ണിലൊക്കെ നട്ടിട്ടുള്ള ചെടികളില്ലേ, അതിനൊക്കെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണ്ട. അതേപോലെ ഇത് സ്പ്രേ പോലെ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ കുറേശ്ശെയായിട്ട് നമുക്ക് ആ മണ്ണിലോട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത്രയും മണി പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ ഉണ്ട്, ഞാനത് 2-3 ചെടിച്ചട്ടിയിലൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു മണി പ്ലാന്റ് താഴെ വീണിട്ട് എൻ്റെ ഉള്ള മണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതേ ഒരു ചെറിയ കമ്പും ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു കമ്പാണ് കേട്ടോ ഞാൻ മേടിച്ചത്. എന്നാൽ ഒരു 50 രൂപ എന്തോ ആയിരുന്നു. നമുക്കിങ്ങനെ ഒരു കവറിൽ ഒരു കമ്പ് മാത്രമുള്ളതിന് 50 രൂപ ഉണ്ടായിരുന്നു. 50-60 എത്രയോ രൂപയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനത് മേടിച്ചിട്ട് ഇപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് വലുതായിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെക്കാം. എന്നാൽ ചെറിയൊരു കമ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുഞ്ഞൊരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതൊരു നല്ല ചെടിച്ചട്ടിൽ, കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടിൽ നന്നായിട്ടൊന്ന് എന്തായാലും റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ അതിൻ്റെ. കണ്ടോ, ഇത് കണ്ടോ, ഞാനിത് മണി പ്ലാന്റ് അല്ല കേട്ടോ, ഈ ഒരു ചെടിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ബോർഡിൽ നട്ടേക്കണ ഞാൻ ഈ മണി പ്ലാന്റ് 2 ടൈപ്പ് മണി പ്ലാന്റ് ആണ് കേട്ടോ, അതിലൊരുമിച്ച് നട്ടേക്കണതാണ്. അതേപോലെ തന്നെ ഇത് ഞാൻ സ്റ്റിക്കിൽ ഇങ്ങനെ കയറ്റിയതാണ് കേട്ടോ ആ മണി പ്ലാന്റ്. അതിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ചെടിയാണ് കേട്ടോ, വേറെ ഇലച്ചെടികളാണ്. അപ്പോൾ ഞാൻ എല്ലാ ചെടികളിലും കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്തായാലും ഇത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് എന്ത് വളമുണ്ടെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്